സൂത, ഈ മാൻ നമ്മെ വളരെ ദൂരം ആകർഷിച്ചു കളഞ്ഞു. നാം പിന്തുടർന്നുകൊണ്ടേയിരുന്നിട്ടും ഇത് പിന്നെയും ദൂരത്തിലായി തീർന്നത് എങ്ങനെ? ഭൂമിക്ക് നിരപ്പില്ലെന്ന് കണ്ട് ഞാൻ കടിഞ്ഞാൻ മുറുക്കുകയാൽ തേരിന്റെ വേഗം കുറഞ്ഞു. അതിനാലാണ് മാൻ ദൂരത്തിലായി തീർന്നത്. എന്നാൽ കടിഞ്ഞാൻ അയച്ചുവിടൂ. കൽപ്പന പോലെ. തിരുമേനി, തൃക്കൺ പാർത്താലും ശരി തന്നെ. കുതിരകളുടെ വേഗം സൂര്യാശ്വങ്ങൾക്കും ഇന്ദ്രാശ്വങ്ങൾക്കും ഉപരിയായിരിക്കുന്നു. സൂത, ഇതിനെ കൊല്ലുന്നത് നോക്കിക്കൊള്ളൂ. അല്ലയോ മഹാരാജാവേ, കൊല്ലരുതേ, കൊല്ലരുതേ! സൂത, കടിഞ്ഞാൻ മുറുക്കിക്കൊള്ളൂ. മഹാരാജാവേ, ഇത് ആശ്രമ മൃഗമാണ്, അതിനെ കൊല്ലരുതേ. അങ്ങയുടെ ശസ്ത്രം ആർത്തരക്ഷയ്ക്കുള്ളതാണ്, നിരപരാധിയിൽ പ്രയോഗിക്കാനുള്ളതല്ല. അസ്ത്രമിത പിൻവലിച്ചിരിക്കുന്നു. മഹാരാജാവേ, ഞങ്ങൾ ചമത പറിക്കാൻ വന്നവരാണ്. ഇതാ മാലിനീ നദിയുടെ കരയിൽ കുലപതിയായ കണ്ണന്റെ ആശ്രമം. തിരക്കില്ലെങ്കിൽ അവിടെ എത്തി അതിഥി സൽക്കാരം സ്വീകരിച്ച് മടങ്ങണം. ഞാൻ അനുഗ്രഹീതനായി. ഞങ്ങളെന്നാൽ പോകുന്നു. ആകട്ടെ. സൂത, തപോവനവാസികൾക്ക് അസൗകര്യത്തിനിടയാകരുത്. രഥം ഇവിടെ തന്നെ നിർത്തൂ. കൽപ്പന പോലെ. സൂത, വിനീത വേഷത്തോടുകൂടി വേണമല്ലോ തപോവനങ്ങളിൽ പ്രവേശിക്കുവാൻ. വില്ലും ആഭരണങ്ങളും രഥത്തിൽ സൂക്ഷിക്കാം. അതാ ആ പൂന്തോട്ടത്തിന് പിന്നിൽ ആരോ സംസാരിക്കുന്നത് പോലെ തോന്നുന്നല്ലോ. അങ്ങോട്ട് ചെല്ലാം. ഇങ്ങോട്ട് വരുവിൻ തോഴിമാരെ. ഇതാ ഇങ്ങോട്ട് വരുവിൻ തോഴിമാരെ. തോഴി ശകുന്തളേ, താതകശ്യപന് നിന്നെക്കാളധികം സ്നേഹം ഈ ആശ്രമവൃക്ഷങ്ങളെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം മുല്ലപ്പൂ പോലെ കോമളയായ നിന്നെ ഇതുകളെ നനയ്ക്കാൻ നിയോഗിക്കുന്നുവല്ലോ. അനസൂയേ, അച്ഛന്റെ കൽപ്പന ആദരിച്ചു മാത്രമല്ല ഞാൻ ഇവയെ നനയ്ക്കുന്നത്. എനിക്കും ഇവയോടൊരു സഹോദര സ്നേഹമുണ്ട്. മുനികന്യകമാർ കുടങ്ങളിൽ വെള്ളമെടുത്ത് തൈമരകൾ നനയ്ക്കാൻ ഇങ്ങോട്ട് വരികയാണ്. ആശ്ചര്യം! ഇവരെ കാണാൻ നല്ല കൗതുകമുണ്ട്. തോഴി അനസൂയെ, ഈ പ്രിയംവത എന്റെ വൽക്കലം വളരെ മുറുക്കിക്കളഞ്ഞു. എനിക്കിത് അസ്വാധീനമായിരിക്കുന്നു. ഇതൊന്ന് അയച്ചു കേട്ടു. അങ്ങനെയോ? കാണട്ടെ. ഇവളാണോ ആ കണ്ണുപുത്രിയായ ശകുന്തള? എന്നെയല്ല ശകുന്തളെ ഈ സംഗതിയിൽ കുറ്റപ്പെടുത്തേണ്ടുന്നത്. നിമിഷം തോറും കുജവിജൃംഭണത്തിന് ഹേതുവായ സ്വന്തം യൗവനത്തെയാണ് നീ പഴിക്കേണ്ടുന്നത്. തോഴിമാരെ, കാറ്റടിച്ചിളകുന്ന തളിരുകൾ കൊണ്ട് ആ ഇലഞ്ഞിമരം എന്നെ പരിഭ്രമിച്ചു കൈകാട്ടി വിളിക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ ചെന്ന് അതിനെ ആദരിക്കട്ടെ. ശകുന്തളേ, നീ ക്ഷണനേരം അവിടെ തന്നെ നിൽക്കണേ. നിന്നെക്കൊണ്ട് ആ വൃക്ഷത്തിന് ഒരു വള്ളി ചുറ്റിയ ശോഭയുണ്ടാകുന്നു. ഇതുപോലെയുള്ള പ്രിയഭാഷണം കൊണ്ടാണല്ലോ നീ പ്രിയംവതയായത്. പേര് അന്വർത്ഥം തന്നെ. തോഴി ശകുന്തളേ, തേന്മാവിൽ തനിയെ പടർന്ന് അതിന്റെ സ്വയംവരവധുവായി തീർന്ന മുല്ല ഇതാ നിൽക്കുന്നു. വനജോത്സ്ന എന്ന് നീ വിളിക്കാറുള്ള ഇതിനെ മറന്നുപോയോ? എന്നാൽ ഞാൻ എന്നെയും മറക്കും. തോഴി, രമണീയമായ സമയത്താണ് ഈ വള്ളിയും വൃക്ഷവും ഇണചേർന്നത്.
പുതുതായി പൂത്തിരിക്കുന്നത് കൊണ്ട് വനജോത്സ്നയ്ക്ക് യൗവനം തികഞ്ഞിരിക്കുന്നു. തളിർത്തത് കൊണ്ട് തേന്മാവിനും. അനസൂയേ, ശകുന്തള ഈ വനജോത്സ്നെ എത്ര കൗതുകത്തോടെ നോക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? ഇല്ലല്ലോ. പറയൂ പറയൂ, കേൾക്കട്ടെ. വനജോത്സ്ന അനുരൂപനായ വൃക്ഷത്തോട് ചേർന്നതുപോലെ തനിക്കും അനുരൂപനായ വരനെ ലഭിച്ചാൽ കൊള്ളാമെന്നുള്ള മോഹം കൊണ്ടാണ്. അത് നിന്റെ മനസ്സിലെ ആഗ്രഹമാണ്.